നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഒരു ക്രിയേറ്റർക്ക് ഇനി രണ്ട് ചാനൽ ഉണ്ടെങ്കിൽ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക? ഞാൻ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്താനല്ല പറയുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ആദ്യമായിട്ട് ഒരാൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അവർ ആ മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്തു എന്ന് മാത്രമല്ല, അവർ കൃത്യമായിട്ട് പറയാണ് ഇനി നിങ്ങൾക്ക് ഒരു ചാനലും മോണിറ്റൈസേഷൻ ആക്കുന്നതല്ല. അതുപോലെ ഇവിടെ നോക്കൂ, നിങ്ങൾ മോണിറ്റൈസേഷനുമായിട്ട് ഒരാൾ സുഖകരമായിട്ട് പോവുകയാണ്, യാതൊരു റൂൾ വയലേഷനും നടത്തിയിട്ടില്ല. പെട്ടെന്നൊരു ദിവസം അവരുടെ മോണിറ്റൈസേഷൻ അങ്ങ് കട്ടാക്കിയിട്ട് യൂട്യൂബ് പറയാണ് ഇനി നിങ്ങൾ എപ്പോഴോ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഈ ചാനൽ മോണിറ്റൈസേഷൻ തരുന്നുള്ളൂ എന്നുള്ളത്. അവര് പോലും അറിഞ്ഞിട്ടില്ല അവർ ഇതിനു മുന്നേ ചാനലിൽ ഒരു വയലേഷൻ വന്നത്. ഏതോ ഈ ഒരു ചാനലിനല്ല, മുമ്പ് എപ്പോഴോ അവര് ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലുണ്ട്, അതിൽ നിന്ന് ആ ഒരു വയലേഷൻ സോൾവ് ചെയ്താലേ ഇനി നിങ്ങൾക്ക് ഈ ഒരു ചാനലിലും നിലവിൽ ഇനി എത്ര ചാനൽ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അതൊന്നും മോണിറ്റൈസേഷൻ ആക്കുന്നതല്ല, ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇവരെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ചാനലുള്ളവർക്കും ഒന്നിൽ കൂടുതൽ ചാനലുള്ളവരൊന്നും സേഫ് അല്ല എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. ഹായ് ക്രിയേറ്റേഴ്സ്, ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ചാനൽ അപകടത്തിലാണോ അല്ലയോ എന്നുള്ളത്. രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഉണ്ടായ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നു. നിങ്ങളുടെയൊക്കെ ചാനൽ അപകടത്തിലാണ്. നിങ്ങളുടേത് മാത്രമല്ല, എന്റെ ചാനൽ അതിനേക്കാൾ അപകടത്തിലാണ്. ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം അതിനേക്കാൾ മേലെ എന്താണ് പറയുക, വാക്ക് പറയുക, ആ രീതിയിൽ നിങ്ങളുടെ ചാനൽ ഭീഷണിയുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാകും, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയാലും ആയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ചാനലാണെങ്കിൽ അപകടം, അതിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിലും അപകടത്തിലാണ് എന്നുള്ളത്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ആദ്യം ഉണ്ടായത്, നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാണ്, അത് അവർ അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് അത് റിജക്റ്റ് ആവും. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് അപ്പീൽ കൊടുക്കാമെന്നുള്ളത്. പക്ഷെ യൂട്യൂബ് പറയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പോ പറയുന്നത് അത് റിജക്റ്റ് ചെയ്ത്, എന്നിട്ട് അവർ പറയാണ് ഞങ്ങളിത് റിജക്ട് ചെയ്തെന്ന് മാത്രമല്ല, നിങ്ങൾ അപ്പീൽ കൊടുത്തിട്ട് അത് ഫെയിൽ ആവുകയാണെങ്കിൽ, ഇതിന് മുന്നേ നിങ്ങൾക്ക് വേറൊരു ചാനൽ മോണിറ്റൈസേഷൻ ആണെങ്കിൽ ആ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഞങ്ങൾ അങ്ങ് കട്ട് ചെയ്യുന്നുള്ളത്. ഇതൊരു തരം ഭീഷണിയല്ലേ? ഞാനിത് ചുമ്മാ പറയല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. യൂട്യൂബ് പറയാണ് നമ്മളൊരു ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ കൊടുത്തു, അത് അവര് സ്വീകരിച്ചില്ല. ഇതുവരെ എന്താണ് സ്വീകരിച്ചില്ലെങ്കിലും വേണ്ട, നമ്മൾ അതിന്റെ തെറ്റുകളൊക്കെ തിരുത്തും, അല്ലെങ്കിൽ ഒന്ന് അപ്പീൽ കൊടുത്തു നോക്കും. പക്ഷെ ഇവിടെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് യൂട്യൂബ്. അതായത് നിങ്ങളുടെ അപ്പീല് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വേറെ ചാനൽ മോണിറ്റൈസേഷൻ ആണെങ്കിൽ അതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യും. നിങ്ങൾ എപ്പോഴാണ് ഇത് സോൾവ് ചെയ്യുന്നത് അപ്പൊ മാത്രം തിരിച്ചു തരുള്ളൂ. നിങ്ങൾ ഇനി എത്ര ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒന്നും മോണിറ്റൈസേഷൻ കിട്ടുന്നതല്ല എന്നുള്ളത്. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം പറയാം. അപ്പോ നിങ്ങൾക്ക് യൂട്യൂബിന്റെ യഥാർത്ഥ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് നമ്മളെ നോക്കിക്കാണുന്നത് എന്നുള്ളത് മനസ്സിലാവും. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോണിറ്റൈസേഷൻ ആയ ഒരാള് അവർക്ക് ഒരു യൂട്യൂബ് ചാനലേ ഉള്ളൂ, അതായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസം അവരുടെ മോണിറ്റൈസേഷൻ അങ്ങ് കട്ടായി. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇതുപോലെ വന്നു. അപ്പൊ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ ഞങ്ങൾ കട്ടാക്കി, അപ്പൊ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ അല്ലേ. പക്ഷെ അതിന് പകരം പറയണത് എന്താണ്? നിങ്ങൾക്ക് വേറൊരു ചാനൽ ഉണ്ട്, അത് എപ്പോഴോ ഞങ്ങൾ മോണിറ്റൈസേഷന് അതിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പല കാരണം കൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സോൾവ് ചെയ്യാതെ ഈ ഒരു കുഴപ്പമില്ലാത്ത ഈ ഒരു ചാനലിൽ മോണിറ്റൈസേഷൻ തിരിച്ചു തരില്ല എന്ന്. ആദ്യത്തേത് എങ്ങനെയാണ്? നമ്മൾ രണ്ടാമതൊരു ചാനൽ തുടങ്ങി, അത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു, അത് റിജക്റ്റ് ആയാൽ അവരത് അവിടെ വെച്ച് നിർത്തല്ല, നിങ്ങൾ അപ്പീൽ കൊടുത്തിട്ട് ഇത് ഫെയിൽ ആകുമ്പോൾ ഞങ്ങൾ മറ്റേ ചാനലിലും കട്ട് ചെയ്യുന്നുള്ളത്. രണ്ടാമത്തെ സബ്സ്ക്രൈബർക്ക് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ കാണാം, അവിടെ പറയുന്നത് എന്താണ്? ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലിന്റെ മോണിറ്റൈസേഷൻ അങ്ങ് കട്ട് ചെയ്തിട്ട് പറയാണ് നിങ്ങൾക്ക് മുമ്പ് എപ്പോഴോ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ മോണിറ്റൈസേഷന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇനി അത് പോയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യ്, അപ്പോ നിങ്ങൾക്ക് ഇത് ശരിയാക്കി തരാം. ഇനി നിങ്ങൾ എത്ര ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനൊന്നും മോണിറ്റൈസേഷൻ തരുന്നതല്ല, പകരം എന്ത് ചെയ്യണം? നിങ്ങൾ പണ്ടെങ്ങാണ്ടോ തുടങ്ങി ആ ചാനൽ പോയിട്ട് സോൾവ് ചെയ്യാൻ. എന്താണ് ഇതിനൊക്കെ പറയാ? ഇതിലൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ എത്ര ചാനൽ തുടങ്ങി നോക്കുന്നുണ്ടായിരിക്കും. ഒരു ചാനൽ തുടങ്ങും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും?
അത് വിജയിക്കുന്നില്ല എന്ന് കാണുമ്പോൾ വേറൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു വേറെ ചാനൽ തുടങ്ങും. അങ്ങനെ പല പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്യും. അതിലൊന്നിലാണ് നമ്മൾ വിജയിക്കുക പലരും. അപ്പൊ ഇതിന് മുന്നേ നമ്മൾ അറിവില്ലാത്തത് കൊണ്ട് പല ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അതിൽ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു കാരണം വെച്ചിട്ട് ഇനി നമുക്ക് ഇവര് പറയാറുണ്ട് സാധാരണ മുമ്പൊക്കെ ചാനൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ചാനൽ തുടങ്ങാൻ പറ്റില്ല, മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഇത്രയും ഒരു രീതിയിൽ അവര് ആക്ഷൻ എടുക്കുക എന്നുള്ളത്, ഇതിലിപ്പോ രണ്ടാമത് ഞാൻ പറഞ്ഞ രീതിയിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു മുമ്പ് ഒരു ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, അവരുടെ ആദ്യത്തെ ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ്. പക്ഷെ യൂട്യൂബ് ഡിറ്റക്ട് ചെയ്തിട്ട് പറയാണ് ഇതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പീൽ കൊടുക്കാൻ നമ്മളോട് പറയാം. അപ്പീൽ കൊടുത്തിട്ട് അവർ അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലോ, അപ്പൊ പറയും നിങ്ങൾക്ക് ഇനി 90 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും റീ അപ്ലൈ ചെയ്യാന്നുള്ളത്. പക്ഷെ ക്രിയേറ്റ് ചെയ്ത ആൾക്കറിയാം ഞങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു AI വന്ന ശേഷം AI ഉപയോഗിച്ചിട്ട് യൂട്യൂബിൽ ചാനലിന്റെ വയലേഷൻ വന്നിട്ട് വരുമ്പോൾ, മറ്റേ വെള്ളപ്പൊക്കം വന്ന തെറ്റ് ചെയ്ത ഒരു പ്രദേശത്തൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വന്ന് നശിപ്പിക്കുന്നൊക്കെ കേട്ടില്ല. അതിൽ നല്ലവരും പെടുന്നു പറഞ്ഞ പോലെ ഇതില് എല്ലാവരും പെട്ടുപോവുകയാണ് ഈ AI ഉപയോഗിച്ചിട്ട് ഇവര് ഈ രീതിയിൽ റൂൾ വയലേഷൻ കണ്ടെത്തുമ്പോൾ. അപ്പൊ ഞാൻ 2 സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം. അപ്പൊ ഇതിൽ ആദ്യം പറയുന്നത് നോക്കൂ. ഇതിൽ ആദ്യം പറയുന്നത് യുവർ ചാനൽ ഈസ് റിലേറ്റഡ് ടു അനദർ ചാനൽ ദാറ്റ് സസ്പെൻഡഡ് ഫ്രം ദി യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം. നിങ്ങളുടെ ചാനൽ വേറൊരു ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിന്റെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റില്ല. അത് എപ്പോൾ സോൾവ് ചെയ്യുന്നു അപ്പൊ മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട്, ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ അതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് ഞാൻ വെറുതെ, അതായത് ഇത് സ്ക്രീൻഷോട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊരു സീരിയസ്നെസ് മനസ്സിലാവുക ഇത് ഇങ്ങനെ വന്നു എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് നമുക്ക് നോക്കാം, അതിൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. നോക്കൂ, ഒരാള് അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുകയാണ്. അതിന് അപ്ലൈ ചെയ്തിട്ട് അവർ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ റീയൂസ്ഡ് പ്രോബ്ലം, എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, അവർ പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത്, പക്ഷെ അതിന് താഴെ അവർ പറയാണ് ഇഫ് യു ഡോണ്ട് സക്സസ്ഫുള്ളി അപ്പീൽ യുവർ സസ്പെൻഷൻ ഫോർ ദിസ് ചാനൽ എനി അതർ ചാനൽ ദാറ്റ് യു മേ ഓപ്പറേറ്റ് ആർ ആൾസോ അറ്റ് റിസ്ക് ഓഫ് സസ്പെൻഷൻ ഫ്രം യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം. അതായത് നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ രണ്ടാമത്തെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കും ഇത് മോണിറ്റൈസേഷൻ ആകുമോ ഇല്ല. പലരും ഇമെയിൽ ഐ ഡി വരെ മാറ്റിയിട്ടാണ് വേറെ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ്, പക്ഷെ അതൊക്കെ അവർ പിടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പരീക്ഷണം ചെയ്യുമ്പോൾ നോക്കൂ, അവർ പറയുന്നത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്പീൽ കൊടുത്തിട്ട് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതൊക്കെ ചാനൽ ഉണ്ട് അതൊക്കെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുമെന്നുള്ളത്. ഇതൊരു തരം ഭീഷണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളൊക്കെ ഒരു ചാനൽ സക്സസ് ആയി അതിൽ നിന്ന് വരുമാനം നേടുമ്പോൾ നമ്മൾ മറ്റൊരു ചാനൽ തുടങ്ങും, അങ്ങനെയൊക്കെ ചെയ്യും, പലരും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആഡ്സൻസ് അക്കൗണ്ട് ചേഞ്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ഇനി മുതൽ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇനി എന്തെങ്കിലും റിസർച്ച് ചെയ്ത് റെഫർ ചെയ്ത് നമുക്ക് റിസ്ക് ഉള്ള കാര്യങ്ങൾ, നമുക്ക് ഇങ്ങനെ ചെയ്താൽ മോണിറ്റൈസേഷൻ ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തൊന്ന് പരീക്ഷിച്ചാൽ, നമ്മുടെ മെയിൻ ചാനൽ അവിടെ ഉണ്ടെങ്കിൽ അതിനു പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന 2 എക്സാമ്പിളുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഒരു ക്രിയേറ്റർക്ക് ഇനി 2 ചാനൽ ഉണ്ടെങ്കിൽ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക. ഞാൻ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്താനല്ല പറയുന്നത്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷമവും ദേഷ്യമൊക്കെ തോന്നി. കാരണം 2 ചാനൽ ഉണ്ടെങ്കിൽ നമ്മള് എല്ലാവരും ഒന്നിൽ കൂടുതൽ ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അതല്ലെങ്കിൽ മുമ്പ് എപ്പോഴും ഡിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കിയിട്ട് ഇവര് ഇതുപോലെയുള്ള ആക്ഷൻ എടുക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്കറിയാം ഇത് ഒരുപാട് പേരെ എഫക്ട് ചെയ്യും. കാരണം ഒരുപാട് ചാനൽ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ എനിക്ക് ഇനി പുതിയ ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ റൂൾ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുക. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഒരുപാട് ചാനൽ മുന്നേ തുടങ്ങിയിട്ടുണ്ട്, പലതും റിമൂവ് ആയി പോയിട്ടുണ്ട്, സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷെ എന്നെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇനി നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ന്യൂ യൂട്യൂബേഴ്സ് ആണ് അധികം ഇത് കാണുന്നത്. അപ്പൊ നിങ്ങൾ പെട്ടെന്നൊരു ദിവസം മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ഇല്ലാതെ അവർ ഒരു പക്ഷെ ഇത് പറഞ്ഞേക്കാം. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തത്. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ മോണിറ്റൈസേഷൻ അകാരണമായിട്ട് റിജക്ട് ചെയ്യുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു അപ്പീൽ കൊടുക്കുക. ഇനി മോണിറ്റൈസേഷൻ കിട്ടി മുന്നോട്ട് പോകുമ്പോഴും ഇതുപോലെ
നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാം, മെയിൽ വരാം. നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ശക്തമായിട്ടുള്ള രീതിയിൽ അപ്പീൽ കൊടുക്കുക. നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യുക, നമുക്ക് എന്തെല്ലാം രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നോക്കുക, അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ ഈ രീതിയിൽ ഒന്നിൽ കൂടുതൽ ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള വയലേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ചാനലിനെ ബാധിക്കുമെന്ന് മുന്നേ അവർ പറയുന്നുണ്ട്. പക്ഷെ ഈ കടുത്ത രീതിയിൽ ഇതുപോലെയുള്ള ആക്ഷൻ എടുക്കുന്നത് കൂടുതൽ ആളുകൾ യൂട്യൂബിലേക്ക് കടന്നു വരുന്നത് തടയാനും കൂടുതൽ ചാനലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് തടയാനൊക്കെ കാരണമാകും. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഇത് അത്രയും രീതിയിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ യൂട്യൂബിന്റെ ഗ്രോത്തിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. യൂട്യൂബ് ഇത് ഒരു പക്ഷേ ഇത് വിഡ്രോ ചെയ്യട്ടെ, ഈ രീതിയിൽ ആക്ഷൻ എടുക്കുന്നത് യൂട്യൂബ് ഒഴിവാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമ്മുടെ ചാനലൊന്നും ഇതിൽ പെടാതിരിക്കട്ടെ. ഒരുപാട് പേര് ഇപ്പൊ ഞാൻ ഡെയിലി ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഈ രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.